ഇതുപോലെ കോട കിട്ടണമെങ്കിൽ നേരെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കിട്ടില്ല ക്ലൈമറ്റ്. കുറെ കാലത്ത് ആഗ്രഹം. പേരിങ്ങനെ എന്ത് പച്ച കളർ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹലോ കപ്സ്, 2 കപ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു ട്രിപ്പ്. എങ്ങോട്ടാ? വാൽപ്പാറ എന്ന് പറയല്ലേ. ഇപ്പൊ സമയം 12:30 ആയി. ഇതിന് ഫുഡൊന്നും കഴിച്ചില്ല. അപ്പൊ ഞങ്ങള് എപ്പോഴും കഴിക്കുന്ന ബ്രഞ്ച് ആയിട്ടാ കഴിക്കണേ. അപ്പൊ നമ്മള് 2 മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല വിശപ്പ്. അയ്യോ, ഇനി ഇവിടുന്ന് എത്ര? ഞാൻ നേരത്തെ കഴിച്ചു. ഞാൻ 9 മണിക്ക് കഴിച്ചു. അതെ, നമ്മളുടെ മസാല ദോശ എത്തി. ശരു ഇവരെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാ. ഹായ്. നമ്മളങ്ങനെ ഫ്യൂൽ അടിക്കാൻ കയറിയിരിക്കുകയാണ്. ഡീസൽ ഒരു 3000 രൂപയ്ക്ക് അടിക്കാം. ആണോ? ഫസ്റ്റ് അഡ്വാൻസ് ചെയ്യുമ്പോൾ ഒരു 30 രൂപ ഡീസൽ എക്സ്ട്രാ കയറും. അല്ല, അത് 3000 ഓവർഫ്ലോ ആയാലോ? ഇനി എങ്ങാനും 2500 വെച്ച് ഫുൾ ടാങ്ക് ആവുകയാണെങ്കിലേ കുഴപ്പമില്ലല്ലോ, തിരിച്ചു കയറിക്കോളും. അതെ, നമ്മള് കളമശ്ശേരിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കൊച്ചി ടു വാൽപ്പാറ ഒരു അടിപൊളി റോഡ് ട്രിപ്പ് ആയിരിക്കും എന്ന് വിചാരിക്കണം. ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാണ്, വെയിലുണ്ട്. പക്ഷെ വാൽപ്പാറ മഴയൊന്നും ഉണ്ടാവില്ല, വലിയ സീൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വാൽപ്പാറ പോണത്. അത് ഓൾറെഡി വീഡിയോ ഉണ്ട് കേട്ടോ. KSRTC പോയത്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. അത് ഒരുപാട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പൊ ഇന്ന് നമ്മളുടെ താറുമായിട്ട് ഫസ്റ്റ് ടൈം ആതിരപ്പള്ളി ആനക്കാട് കയറാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുവരെ പോവായിരുന്നത് ഒരു പേടി ഉണ്ടായിരുന്നു. ഈ കാട്ടുകൂടെ പോവാന് ആനനെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ അതൊന്നും നോക്കണില്ല, സ്ഥലം കാണണം, അത്രേ ഉള്ളൂ. ബാക്കി വരുന്നോടത്ത് വെച്ച് കാണാം. നിനക്കോ? ഒരു ഫ്രെയിമിൽ വരുമ്പോ ആൾക്കാരുണ്ടാ അത് വെച്ചിട്ടാ. പക്ഷെ ചെറുതായിട്ട് ഒരു ഇതുണ്ട്. അപ്പൊ നമ്മള് ഹൈവേന്ന് റൈറ്റ് സൈഡിലോട്ട് ഡിവൈറ്റ് ചെയ്തിട്ടോ, കരയാമ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇതിങ്ങനെ ഏഴാറ്റുമുഖം വഴി അങ്ങനെ റോഡ്, അതുവഴി എങ്ങനെ ആതിരപ്പള്ളി. ഇത് ഫസ്റ്റ് ടൈമാണ് ഈ റോഡ്. നല്ല റോഡാ. ഇടയ്ക്ക് തള്ളേ നല്ല രസം കേട്ടോ. കൊറേ ആയി ഡ്രൈവ് ചെയ്ത് ഞാൻ പോയിട്ട്. കുഞ്ഞു തേങ്ങ, പക്ഷെ നല്ല തേങ്ങയുണ്ട്. ഞാൻ നാളേക്ക് ഇത് പാടും. നല്ല വ്യൂ ഉണ്ട്. ദൂരത്തേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ മല, കാട്, താറിലാണെങ്കിൽ ഓൺ അടിക്കണമെങ്കിൽ കിടക്കണം എന്റെ മേലെ. അതാണ് പ്രശ്നം. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഓൺ അടിക്കണം. ഇടയ്ക്ക് ടിവിയിലൊക്കെ എത്തുമ്പോ സമയത്ത് നമ്മളെ കൈ ഇവിടെ ആണെങ്കിൽ ചുമ്മാ വേണ്ട, അങ്ങനെയൊന്നും പ്രസ്താവില്ല. എന്റെ വഴി നമ്മൾ കാട്ടില് എടലക്കാട് ഏയാറ്റുമുക്കം റോഡ്. ഏകദേശം ഒരു കാടിന്റെ പ്രതീതിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് റബ്ബർ കാടാണ്. നമ്മൾ വിചാരിച്ച കാടൊന്നുമല്ല, റബ്ബർ കാടാണ്. പക്ഷെ അന്ന് കല്ലല എസ്റ്റേറ്റില് ഈ റബ്ബർ കാടിന്റെ ഉള്ളിലാണ് ആനേനെ ഫാമിലി ആയിട്ട് കണ്ടത്. നല്ല ഫീലില്ലേ, നല്ല ഭംഗിയുണ്ട്. അങ്ങനെയാണ് റോഡായ ആരും പാടില്ല. നമ്മളൊരു തിരക്കാണെന്ന് അറിയാം. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എല്ലാരും ഇറങ്ങണം, എല്ലാരും ട്രിപ്പ് പോണം, എല്ലാരും ഇറങ്ങണം. അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ വെറുതെ ഓടണം. നമ്മളെ വീഡിയോ എടുത്ത് ഇങ്ങനെ സംസാരിച്ചു അല്ലേ പറയണം. അല്ല, ജസ്റ്റ് ഒരു പാടത്തേക്ക് ഒരു വഴി പോലത്തെ മണ്ണിട്ട റോഡ്. ഒരു മണ്ണിട്ട റോഡ് പോലത്തെ. പക്ഷെ അത് പ്രശ്നമല്ല. പിള്ളേര് കളിക്കാണ്. സോ ഇവിടുന്ന് നമുക്ക് ഈ വഴിയാണ് പോകേണ്ടിരുന്നത്. നമ്മള് നേരെ ആവശ്യത്തിൽ പോയി. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചു. അപ്പോഴേക്കും വണ്ടി അങ്ങ് നീങ്ങി. നേരെ പോയി കഴിഞ്ഞാൽ റൗണ്ട് ചെയ്ത് ഇങ്ങോട്ട് എത്തും. കിലോമീറ്റർ അധികം പോകും.
ഊട്ടിയുടെ ഏറ്റുമുഖം ജംഗ്ഷൻ എത്താനായിട്ടോ. ഈ റോഡിൽ ചേർന്ന് നമ്മൾ മറ്റേത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരണായിരുന്നു. ഒരു 1.5 കിലോമീറ്റർ. ഇത് ജസ്റ്റ് ഒരു 500 മീറ്റർ എത്ര പോയിട്ടുള്ളൂ. അങ്ങോട്ട് പോയ ചാലക്കുടി, ഇങ്ങോട്ട് പോയ ആതിരപ്പള്ളി. നമ്മൾ നേരെ ആതിരപ്പള്ളി. ഞാൻ വീഡിയോയിൽ കണ്ടപ്പല്ലേ ഏറ്റുമുഖം വേറൊരു മൈൻഡ് ആയിരുന്നു കേട്ടോ. മീൻസ് നാട്ടൻ പ്രദേശാണ്. സിറ്റി ഒന്നുണ്ടോ കണ്ടിട്ട്? അതല്ലടാ, വീഡിയോയിൽ കണ്ടപ്പോ കോര വനമാണെന്ന് വിചാരിച്ചു. എണ്ണപ്പന കണ്ടു തുടങ്ങിട്ടോ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മൾ ആതിരപ്പള്ളി എത്താറായി. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പ്ലാന്റേഷൻ ആണ്. ചിലപ്പോൾ എൻട്രി ഫീ ഉണ്ടാവും. ഒന്ന് പോയി നോക്കട്ടെ. വണ്ടി നമ്പർ KL507676. എനിക്ക് ഇന്നത്തെ സമയത്ത് ചിലപ്പോൾ വണ്ടി നമ്പർ ഓൺ ആവില്ല. സോ ദേ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ എൻട്രി കൊടുത്തിട്ട് വേണം ഇത് കൂടെ പോവാൻ. സോ നമ്മൾ ദേ പ്ലാന്റേഷൻ റൂട്ടിലോട്ട് കയറി. അപ്പൊ അതെ ഇനി പ്ലാന്റേഷൻ റൂട്ടിൽ കയറി. അപ്പൊ ഇനി ആനേനെ എപ്പോ വേണേലും എക്സ്പെക്ട് ചെയ്യാം. അതേ കുരങ്ങോട് കൂടുന്നു. അടിപൊളി, നല്ല റൂട്ട് കേട്ടോ, അടിപൊളി. ഗ്ലാസ് നമുക്ക് വിൻഡോ താഴ്ത്തിയാലോ? ഇലപ്പാറ ജംഗ്ഷൻ. ഇവിടുന്ന് ഇനി നേരെ റൈറ്റ് എടുത്ത് നമ്മൾ ആതിരപ്പള്ളി. വണ്ടിയുടെ ഉള്ളിലോ? ആ, വണ്ടിയുടെ അടിയിൽ അവര് കൈയിട്ട് എടുക്കുന്നുണ്ട്. സ്നേക്ക് ക്യാച്ചേഴ്സാ വന്നിരിക്കണേ. നമുക്ക് കാണുന്നുണ്ട്, പക്ഷെ എന്ത് പാമ്പാണാവോ. പക്ഷെ സമയമില്ല. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാ നമുക്ക് അങ്ങനെ എത്തണ്ടേ. എന്തായാലും നാളെ പത്രത്തിൽ കാണാം, വല്ല രാജവമ്പാലയാണ്. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി എത്തിട്ടോ. ആതിരപ്പള്ളി ഇതേ പാർക്കിംഗ് ഒക്കെ എത്തി. നല്ല തിരക്കുണ്ട് കേട്ടോ, നോക്ക്. പക്ഷെ ഇവിടെ ബ്ലോക്ക് ഇല്ല. ഈ കാണാൻ വന്നവര് അത്യാവശ്യം പേരുണ്ട്. അപ്പൊ ഇനി നമുക്ക് പോകുന്ന വഴിയില് ഒരുപാട് റഷ് ആണെങ്കിൽ രസം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ കാട് ആസ്വദിക്കാനൊന്നും പറ്റില്ല. ഇന്നോട്ട് വിജനമാവും ചെയ്യരുത്. ഓപ്പൺ ആണല്ലേ. ആതിരപ്പള്ളിയില് നല്ല തിരക്കുണ്ട് കേട്ടോ. ഇത്ര നീളം നോക്കിയേ. എനിക്ക് ഇത് വാഴച്ചാല് വരണ്ടേ. ഇത്രയും പാർക്കിംഗ് എന്ന് പറയുമ്പോ ഇത്രയും ദൂരം നടന്നിട്ടാണോ? ഇവിടുന്ന് അങ്ങനെയുള്ള വ്യൂ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ചാർപ്പ വാട്ടർഫോൾസ്. അടിപൊളി അടിപൊളി അടിപൊളി. വാട്ടർഫോൾസ് സൂപ്പർ ആയിട്ടുണ്ട്. സോ നമ്മളിവിടെ നിന്ന് നിർത്താത്തതിൽ സങ്കടമുണ്ട്. പക്ഷെ ആ സങ്കടം മാറ്റാൻ ഡെഫിനറ്റ്ലി നമ്മൾ ഉടനെ വരും. നമ്മൾ നേരെ വാൽപ്പാറ. വനമേഖലയാണ്, ശ്രദ്ധിച്ചു പോണോട്ടോ. പ്ലാസ്റ്റിക്കിന്റെ കവർ പോയിട്ടൊന്നും പുറത്ത് കളയാൻ പാടില്ല. അപ്പോ കൊറേ കാലത്തെ ആഗ്രഹം, നമ്മളിത് ചെക്ക് പോസ്റ്റ് ഉള്ളിൽ കയറാൻ പോവാണ്. നമ്മളുടെ മുന്നിൽ വേറെ വണ്ടികളും കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു വ്യൂ. 2 സ്കൂട്ടി ഉണ്ടായിരുന്നു, അതിനെ ഓവർടേക്ക് ചെയ്തു. പിന്നെ മുന്നിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ ഒരു ഗുമ്മില്ല. അപ്പൊ ഇനി ശ്രദ്ധിച്ച് ഇങ്ങനെ പോവാം. ഞങ്ങൾ 2 സൈഡ് നോക്കുന്നുണ്ട്, വല്ല ആന എന്തെങ്കിലും ഉണ്ടോന്ന്. ഒന്നും കാണണമെന്നില്ല. മുന്നിൽ വന്ന് ചാടാനേ മതിയായിരുന്നു. അത്രയ്ക്ക് അഡ്വഞ്ചർ ഇപ്പൊ അങ്ങ് വേണ്ട. ഇത് ശരിക്കും നല്ലൊരു അടിപൊളി എൻട്രി ആട്ടോ ഇങ്ങോട്ട്. നമുക്ക് മനസ്സിലാവും. ഇവിടുന്ന് അങ്ങോട്ട് കാടിന്റെ സ്വഭാവമൊക്കെ മാറും. കുറച്ചും കൂടെ ഇരുണ്ട്, എന്താ പറയാ, വേറെ വണ്ടികളും കാര്യങ്ങളും ഒന്നുമില്ല. സോ നമുക്ക് വളരെ പതിയെ എൻജോയ് ചെയ്ത് എല്ലാം കണ്ടങ്ങോട്ട് പോവാം. അതേപോലത്തെ തിരിവ് തിരിക്കുമ്പോൾ അങ്ങനെ ഒന്ന് എത്തി വലിഞ്ഞ് നോക്കിയാൽ മതി, എങ്ങാനും തിരിവിൽ കിടപ്പുണ്ടോന്ന്. നമ്മുടെ പുറകിൽ 2 വണ്ടി ഉണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ട്. വേറെ വലിയൊരു കാര്യം തിരക്കില്ല. നമ്മൾ വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ.
പിന്നെ വണ്ടികളും വാഴച്ചാല വരെ ഉള്ളൂ. എല്ലാം ഉള്ളു. പിന്നെ ബാക്കി എന്ന് പറയണത് നമ്മളിങ്ങനെ എന്താ പറയാ കാട് എൻജോയ് ചെയ്ത് ഫീലായിട്ട് പോവാം. ഇവിടെ നിർത്താൻ പാടുള്ളൂ കേട്ടോ. നീ എവിടെ നിർത്തില്ല, നീ മലക്കപ്പാറ. വിശക്കുണ്ടോ? ഇവിടെ ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ മ്ലാവിനെ കണ്ടാന്ന്. ഷിപ്പൊന്നും കാണാനില്ല. ഇനിയിപ്പോ ഈ ബസ് ഉണ്ടാവൂലേ ഫ്രണ്ടില്? ഈ ബസ്സിലാണ് ഒരു തവണ വാൽപ്പാറ പോണെന്ന് ഞങ്ങൾ വിചാരിച്ചായിരുന്നു. ഒരു അങ്ങനെ റൈഡ് പോണെന്നുണ്ടായിരുന്നു. ഇതിലല്ലെങ്കിൽ KSRTC ചെന്നിട്ട് മലക്കപ്പാറന്ന് ഇതിലേക്ക് കയറി പോവാം. KSRTC എന്ന് നമ്മളൊരു വികാരല്ലേ. അത് പിന്നെ വണ്ടിയൊക്കെ വാങ്ങിയപ്പോ പിന്നെ ഈ ബസ്സിൽ ഇങ്ങനെ ചെറിയൊരു മടി വന്നു. രണ്ടുപേർക്കൊന്നുമില്ല, നിനക്ക്. വണ്ടി കഴിഞ്ഞിട്ട് പോവാൻ ഒരു ഡ്രിസ്ലിംഗ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തോന്നുന്നുണ്ടോ? കാറ്റുണ്ട്, പക്ഷെ ഒരു വെയിലാണ്. കുറച്ച് വെയിലുണ്ട്, പക്ഷെ അതൊന്ന് മാറിയിട്ടൊരു ഡ്രിസ്ലിംഗ് കൂടെ ഉണ്ടെങ്കിൽ കാട്ടിൽ മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും. നല്ല ഹെയർ പിന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ 2 ഹെയർ പിൻ 3 ഹെയർ പിൻ അടുപ്പിച്ച് കയറി. അത്യാവശ്യം നല്ല ടോപ്പിലായിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് ആകെ കാണുന്നത് കാട് മാത്രമേ ഉള്ളൂ. അത് കാണുമ്പോൾ എന്തോ ഭയങ്കര ഫീല്. ഇതേ അടുത്ത ഹെയർ പിന് നന്നാ അടിപൊളി ഹെയർ പിന്, നല്ല കയറ്റമുണ്ട്. ഓൾമോസ്റ്റ് ടോപ്പിലെത്തി അല്ലേ? പെൻ സ്ട്രോക്ക് പൈപ്പാട്ടോ. നമുക്ക് എന്തായാലും നേരെ വിടാം. നമുക്ക് വാൽപ്പാറ എത്തണ്ട. അതോ നിർത്തണോ? വേണ്ടേ, നമുക്ക് വാൽപ്പാറ പോവാം. ലേറ്റ് ആക്കണ്ടല്ലോ. ലൈറ്റ് പോണതിന് മുന്നേ വാൽപ്പാറ എത്തിയാ. വാൽപ്പാറ എത്തണം. ഇവിടെ പണി നടക്കുന്നുണ്ട്, പക്ഷെ റോഡൊക്കെ ക്ലീൻ ആണ്. പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പണി. അങ്ങനെ നമ്മൾ മലക്കപ്പാറ എത്തിയിരിക്കുകയാണ്. ഇതിലിങ്ങനെ റൈഡ് ചെയ്ത് പോകാനൊരു വേറെ ഫീലാ. എത്ര റൈഡ് ചെയ്താലും മതിയാവുന്നില്ല, പ്രത്യേകിച്ച് കാട്ടിക്കൂടെ പോകുമ്പോ. അതൊന്നും കൂടെ ഫീലാണ്. അങ്ങനെ നമ്മൾ മലക്കപ്പാറ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫസ്റ്റത്തെ ചായക്കട. ഇതേ നമ്മളങ്ങനെ മലക്കപ്പാറ എത്തി. ഇവിടെ ഒരു ഷോപ്പിൽ വെള്ളം എന്തെങ്കിലും വാങ്ങണം. ഷാരിതേ ഉള്ളില് ക്യാമറ എടുത്ത് ഇറങ്ങിയ കുട്ടി. സംഭവം നമ്മൾ പേഴ്സ് നോക്കുമ്പോ ആകെ 110 രൂപയുള്ളൂ. ഞാൻ വിചാരിച്ചത് 150 രൂപ ഉണ്ടായിരുന്നു. അതിൽ 20 രൂപയ്ക്ക് വെള്ളം. ഇവിടെയാണെങ്കിൽ റേഞ്ചും ഇല്ല. ലിക്വിഡ് ക്യാഷ് കയ്യിൽ കരുതിക്കോട്ടെ. നമ്മളിത് അന്നും പറഞ്ഞിരുന്നു, പക്ഷെ 500 നോട്ട് ഉണ്ട്. അത് കീറി 500 നമ്മൾ മാറ്റാൻ വെച്ച 500 മണി എക്സ്ചേഞ്ചിൽ മാറ്റി തരൂ. ബാങ്കിൽ കൊടുക്കേണ്ടി വരും. തേയില ഇവിടെയാണ് കേട്ടോ ചെക്ക് പോസ്റ്റ്. നമ്മൾ പറഞ്ഞ അവിടെ അല്ല. ഇവിടെ ഇപ്പോ നമ്മളിരുന്ന് അതായത് വാഴച്ചാലിന് കേറുമ്പോ നമുക്കൊരു സ്ലിപ്പ് തരും, QR കോഡൊക്കെ ഉള്ളത്. അപ്പൊ അത് ഇവിടെ കൊടുക്കണം. അത് ഇപ്പൊ നിലവില് റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞില്ല, പക്ഷെ സ്റ്റിൽ കേട്ടത് അവിടെ നമ്മൾ 2 hours ഉള്ളിൽ ഈ ഫോറസ്റ്റ് കവർ ചെയ്യണം എന്നാണ്. വ്യൂ നോക്കി, രക്ഷയില്ലാത്ത വ്യൂ. നമ്മള് മലക്കപ്പാറ പോകുന്ന വഴിയിൽ നമുക്ക് നല്ലൊരു വ്യൂ കണ്ടപ്പോ നിർത്തിയതാ. അവിടുന്ന് ആ സൺലൈറ്റ് ഇങ്ങനെ വരുമ്പോ എന്ത് ഭംഗി അറിയോ. ഇതിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോ അടിപൊളി, നല്ല ഭംഗി. കേട്ടോ, ആരുമില്ല, നല്ല പീസ്ഫുൾ ആയിട്ട്.
നമ്മളുടെ ചെക്കൻ ഈ തേയിലത്തോട്ടത്തില് തേയിലയുടെ കൂടെ ഒരാളുണ്ടോ ഷാരു. ഓ എന്ത് ഭംഗിയാ കാണാൻ. സോ നമ്മൾ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. നമുക്കങ്ങ് വാൽപ്പാറ എത്തണം. അവിടെ ചെന്നാലും നമുക്ക് ഇതേ ലൈറ്റിൽ കിട്ടണ്ടേ. അപ്പോ ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ലല്ലേ. പക്ഷെ ഇതിനേക്കാളും തേയില അവിടെ ഉണ്ട്. ഈ ഒരു ലൈറ്റിൽ മിസ് ചെയ്യരുത്. കാരണം നമ്മൾ ഇത് ഓൾറെഡി കവർ ചെയ്തതാ. പക്ഷെ വരുമ്പോ അങ്ങോട്ട് മതിയാവുന്നില്ല. എന്ത് ചെയ്യാ. അപ്പൊ എന്നാ നമുക്ക് വേഗം വിടാം. ഈ ഒരു ലൈറ്റിൽ വാൽപ്പാറ എത്താൻ പറ്റിച്ച അടിപൊളിയായിട്ടില്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ മലക്കപ്പാറ ടൗണിലെത്തി. ഇവിടെയൊക്കെ റോഡ് ഫുൾ ക്ലീൻ ആക്കിട്ടോ. പഴയ പോലെ ഇല്ല. അന്ന് വരുമ്പോ ഇങ്ങനെ ആയിരുന്നില്ലേ. ഇപ്പൊ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അല്ല എന്താ ചെയ്യണേ, ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കണോ അതോ നേരെ വാൽപ്പാറ എത്തിയിട്ട് നോക്കിയാൽ മതി? ഒന്ന് അങ്ങനെ ചെയ്യാം. ഇവിടെ ചെക്ക് പോസ്റ്റ് ആണ്. ഇതാണ് ചെക്ക് പോസ്റ്റ്. അപ്പൊ നമ്മൾ ഇവിടെ നിർത്തേണ്ടി വരും. ഈ നേരെ കാണുന്നതാണ് അപ്പർ ഷോളയാർ ഡാം. നമ്മൾ ഡാമിലോട്ട് കയറുന്നില്ല. ഇതൊക്കെ നമ്മളന്ന് KSRTC ട്രിപ്പ് വന്നപ്പോ കേറിയിട്ടുണ്ട്. വീഡിയോ ചെക്ക് ചെയ്താൽ നല്ല രസം. അതിന്റെ മേളില് ഈ പാലത്തുനിന്ന് റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഷട്ടർ കാണാം. അത് നല്ല ഭംഗിയാണ്. ഈ വെള്ളമൊന്നുമില്ല. അന്ന് ഓട്ടോറിക്ഷയിലാണ് നമ്മൾ വന്നത്. ഞങ്ങൾ ബസ് വന്നിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷയില് ഡാം അപ്പർ ഷോളയാർ വരെ വന്ന് എത്ര 300 രൂപ. 300 രൂപ തേനൊക്കെ വേണമെന്ന് വെച്ചിട്ട് മേലെ തേനൊക്കെ വെച്ച് ആ വീഡിയോ നിങ്ങൾ കാണാം, യൂട്യൂബിലുണ്ട്. അത് നല്ല രസമായിരുന്നു. അത് ഞങ്ങൾ കുറെ എൻജോയ് ചെയ്തതാ. എല്ലാ ഷോപ്പൊന്നും ഓപ്പൺ അല്ല ഇന്ന്. പക്ഷെ കുറച്ചെണ്ണം ഓപ്പൺ. അവിടെ എണ്ണക്കടയൊക്കെ ഉണ്ട്. എണ്ണക്കടി കഴിക്കണം. ഞങ്ങള് ഒരു 3-4 മാസമായി മൈദ എണ്ണക്കടി ഒന്നുമില്ല. ഫുൾ ഡയറ്റാണ്. പക്ഷെ ഞാൻ 2 കാര്യത്തിന് വേണ്ടി ഡയറ്റ് എടുക്കണേ. ഒന്ന് ഞങ്ങൾക്ക് നമ്മളുടെ ഹെൽത്ത് കാര്യങ്ങൾ നോക്കാൻ. രണ്ടാമത്തെ കാര്യം ഇപ്പൊ നമ്മള് എവിടേക്കെങ്കിലും ഒരു സ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ഇതൊക്കെ കഴിക്കാൻ പറ്റണം. ഇപ്പോൾ ഇനി ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് എണ്ണക്കടി കഴിക്കുമ്പോൾ വേറൊരു ഫീലാണ്. അപ്പം ഇനിയിപ്പോൾ പൊള്ളാച്ചി എത്തുമ്പോൾ എന്തായാലും കഴിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് അങ്ങനെ കഴിക്കാറില്ല. അതെ, അങ്ങനെ വെള്ളച്ചാട്ടം നോക്ക്. അതങ്ങനെ പോവാനുള്ള വഴിയൊന്നും ഉണ്ടാവില്ല. അവിടെ ഉള്ളവർക്ക് പോകാൻ പറ്റുന്നുണ്ടാവും. നമുക്കിങ്ങനെ നോക്കിക്കാണാം. ഇനി അങ്ങോട്ട് തേയിലയാണ്. കുഞ്ഞു കുഞ്ഞു അമ്പലല്ലേ. അമ്പലം എന്നാണോ പറയാ. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ നമ്മളെ ഷോളയാർ ഡാം വരെ വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ തിരിച്ച് KSRTCക്ക് തന്നെ പോയി. ഇവിടുന്ന് അങ്ങോട്ട് ഫസ്റ്റ് ടൈമാണ്. സോ എക്സൈറ്റഡ് ആണ്. ആ വെള്ളച്ചാട്ടം നല്ല അടുത്ത് കാണുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഞങ്ങളപ്പോൾ അത് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാ. നോക്കി ഡാമിൻ്റെ ഒരു വ്യൂ. ഓ അടിപൊളി. ഒരു രക്ഷയില്ലാത്ത ഫീല്. ഇത് നോക്കുക, ആ തേയിലിങ്ങനെ എന്ത് പച്ച കളർ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ചേച്ചിമാർ അവരത് പണി കഴിഞ്ഞ് വരിക കേട്ടോ. അവിടെ കുറേ പേര് ഫുഡ് കളിക്കുന്നുണ്ട് പിള്ളേർ. ഓ സൂപ്പർ. എടാ വണ്ടിയുടെ കുറച്ച് പിക്ക് എടുക്കണേ. ഈ ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയല്ലേ. എല്ലാവരും അടിപൊളിയാട്ടോ. ഭയങ്കര സ്നേഹമുള്ളവര് അല്ലേ. ഈ ഒരു റൂട്ട് വരുന്ന സമയത്ത് ഗ്യാപ്പ് റോഡ് ഓർമ്മ വരുന്നുണ്ട്, മൂന്നാറത്തെ. കാരണം ഇപ്പൊ ഇവിടെ അല്ല, കുറച്ച് മുന്നേ 2 സൈഡും തേയില, പിന്നെ ആ ഒരു വീതിയുള്ള റോഡ്. നമ്മുടെ ഗ്യാപ്പ് റോഡ് ഇതിനേക്കാളും വീതി ഉണ്ട്. ഇത് എന്തോ നല്ല രസമുണ്ട്. ഇതിപ്പോ ചെറിയൊരു ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. പെരിയാർ നഗർ. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചുമ്മാ കവലയിൽ ഇരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കണ്ടില്ല, ആരും ഇല്ല, തിരക്ക് തീരല്ലേ. ഞങ്ങൾ എന്താ അറിയില്ല. ഞങ്ങളിപ്പോ ലാസ്റ്റ് പോയൊരു 2-3 ട്രിപ്പ് ഒക്കെ എങ്ങനെയാ, ഒക്കെ ഭയങ്കര പീസ്ഫുൾ ആരും ഉണ്ടാവില്ല. ഒന്നും അറിയില്ല. പറയുമ്പോ നല്ല ക്ലൈമറ്റാ. കോട കിട്ടിയിട്ടില്ല കേട്ടോ. കോട ഒന്ന് വേണമെന്നുണ്ട്. കോട കണ്ടിട്ട് കൊറേ ആയി. ഇഷ്ടം പോലെ അമ്പലം. ഒരു പള്ളിയാണ്.
നല്ല രസമുണ്ട്. പിന്നെ റോഡ് തമിഴ്നാട്ടിലത്തെ പറയണ്ടല്ലോ, അടിപൊളി റോഡ്. അതിപ്പോ ഇങ്ങനെ നമ്മളുടെ ഇവനെയും കൂട്ടി രണ്ടാളും കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഫീലാണ്. ഞങ്ങൾ 3 പേരുണ്ടല്ലോ, അതൊരു ഞങ്ങൾക്ക് ഫീലായിപ്പോ. ഞങ്ങള് മാക്സിമം ഞങ്ങൾ പോണതൊക്കെ ഞങ്ങൾ 3 പേരും കൂടെ ഈ ഒരു കോമ്പോട്ട് കളിക്കാറില്ല. ഈ ഒരു കോമ്പോട്ട് ഞങ്ങൾ കളിക്കാറില്ല. ശരി, കുറച്ച് ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കുകയാണെങ്കിൽ നമ്മൾ ട്രെയിനിൽ പിടിക്കും. എന്നാലും ഇവൻ വേണമെന്നുണ്ട്. മാക്സിമം അടുത്തുള്ളതൊക്കെ പോകുമ്പോ ഇവനെയും കൊണ്ട് പോയി കവർ ചെയ്യാം പറ്റാവുന്നതൊക്കെ. അതിപ്പോ അടുത്ത് ദൂരത്തേക്കൊക്കെ ഒപ്പം കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പൊ നമുക്ക് ഞങ്ങളെപ്പോഴും ബഡ്ജറ്റ് നോക്കിയിട്ടൊക്കെ പോകുന്ന ആൾക്കാരാ. അപ്പോ പക്ഷെ എന്നാലും ഇവനെ വിടാൻ നല്ല വളവ് തിരിവുണ്ട് കേട്ടോ. ചെറിയ റോഡാണ് സംഭവം. ഞാൻ 3-6 ഗ്യാപ്പ് റോഡിനെ ഉപമിച്ചെങ്കിലും വീതി അതിന്റെ പകുതിയേ ഉള്ളൂ. നല്ല റോഡാണ്. അപ്പൊ നോക്കിയപ്പോ വരണം. വർക്കിന്റെ ഒക്കെ ഇടയിൽ ഇങ്ങനെ അത് തേയിലേന്റെ നടുവിലോട്ട് വരുമ്പോഴേ അത് എത്ര കണ്ടാലും മതിയാവത്തൊരു ഫീല്. നല്ല തണുത്ത കാറ്റുണ്ട്, കോട ദൂരെ ആ മലയിലുണ്ട്. എനിക്ക് ട്രാവലിംഗ് ഒരു തെറാപ്പി എന്ന് പറയുന്നത് വെറുതെ അല്ല, അതൊരു വൻ ഫീലാണ്. നമ്മളുടെ സ്ട്രെസ് എന്താ പറയാ, എന്തെങ്കിലും സങ്കടമോ ഡിപ്രഷനോ എന്തോ ആയിക്കോട്ടെ, എല്ലാം മറന്ന് ഓരോ സാധനങ്ങളെ കണ്ട് തൊട്ടറിഞ്ഞ് വേറെ ഫീലാണ്. എല്ലാരും ഇറങ്ങാതുകൊണ്ട് അടിപൊളിയാ. അതെ, മൈൻഡൊക്കെ അങ്ങ് വേറെ വേറെ ലെവലായി പോവാ. കൊറേ കാട് കഴിഞ്ഞിട്ട് ദേ ഇങ്ങനെ ഇങ്ങ് വന്നപ്പോ അടിപൊളി. ഹെവൻ പറഞ്ഞില്ലേ, 7th ഹെവനോ അത് കറക്റ്റ് ആട്ടോ. ആ ഹെവൻ ഫീൽ കിട്ടുന്നുണ്ട്. നോക്കണോ ആകാശം ഇത്ര അടിപൊളി. ഇതേ കോട ദൂരെന്ന് വരുന്നുണ്ട്, അടുത്തേക്ക് എത്തുമോ എന്തോ, നമുക്കത് കിട്ടുമോന്ന് അറിയില്ല. പക്ഷെ എന്റെ പൊന്നെ ഒന്നും പറയാൻ വയ്യ, അത്ര അടിപൊളി. നമ്മളങ്ങനെ വാൽപ്പാറ എത്തി, വാൽപ്പാറ ടൗൺ എത്തി. ഇവിടുന്ന് ലെഫ്റ്റ് പൊള്ളാച്ചി കോയമ്പത്തൂര്, റൈറ്റ് നല്ലമുടി, ലെഫ്റ്റ് ബാലാജി ടെമ്പിൾ. നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോവാലോ. ഇപ്പൊ ഇവിടെ വണ്ടി നിർത്തുമല്ലോ, കഴിക്കാന്ന്. കൊടൈക്കനാലിൽ പോലെ ഒരു ഗ്രൗണ്ട് ഒന്നുമില്ല. പാർക്കിംഗ് ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. മലപ്പുറം ടൗണിലോട്ടാണ് നമ്മളിപ്പോ പോകുന്നത്. മലപ്പുറം ടൗൺ ആണിത്. അതാ ഇവിടെ ലൊക്കേഷനിൽ കാണിക്കുന്ന അതാ. ഇതൊക്കെ ടൗണിന്റെ ഭാഗമായിരിക്കും. ഈ ബസ് സ്റ്റാൻഡ് ആയിരിക്കും ചിലപ്പോ അവിടെ ഒക്കെ വരിക. ബസ്സൊക്കെ എങ്ങനെയാ പോകുന്നത്. എവിടെ നിർത്തി കഴിക്കുന്ന ആലോചിക്കണ. ഇനിമേലിருந்து தமிழ்ல பேசு. ஓகே, நாம வந்து தமிழ் അറിയக்கூடாது. இது வந்து ஃபயர்ஃபோர்ஸ். தமிழ் பேசுற தமிழ் பேசுற அங்க வந்து எந்தோ இருக்கு. அது வந்து ஃபுட் சாப்பிடுறாங்க. வேண்டாம், തേയില നല്ല മനുഷ്യന് ഫുഡ് കിട്ടാൻ പോകും. ഇവന് തേയില ഉണ്ട് മടുത്തോന്നാ തോന്നുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ വാൽപ്പാറ എത്തി. ഇനി വാൽപ്പാറയില് ചെറിയൊരു ടൗണിലെ മാറിയിട്ട് പാർക്ക് ചെയ്തിട്ട് വണ്ടി. ഇനി അവിടെ ഒരു ഹോട്ടലുണ്ട്, നല്ല അപ്പൊ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അല്ല ഹോട്ടലല്ലേ, ചായക്കട പോലെ കാണാം. വെജ് ആൻഡ് നോൺ വെജ് ആണ്. ചപ്പാത്തി വന്നു, ചപ്പാത്തിയും ചന മസാലയും. അപ്പൊ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച്. അപ്പോ ഇതിപ്പോ നമ്മള് നേരെ പോണത് ഏതാ റൂട്ട്? സേലം ഹൈവേ, കൊച്ചി സേലം ഹൈവേക്ക് എത്തിച്ചേരും. സ്റ്റേ ചെയ്യുന്നില്ല. ഇനിയിപ്പോ പോണ വഴിക്ക് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. രാത്രിയാണ്. ഇനി ആന വരുമോ? വൈൽഡ് അനിമൽസിന്റെ പ്രസൻസ് ഉള്ള ഏരിയ കൂടെ ഒക്കെ പോകുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കാം, കാണുവാണെങ്കിൽ അത് വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പൊ എന്നാ നമുക്ക് നേരെ എങ്ങനെ പോവാം. ഇനിയിപ്പോ ഇരുട്ടായി വരുന്നുണ്ട്. ഇപ്പൊ ഫോറസ്റ്റ് റോഡ് ആണെങ്കിൽ മൊത്തം ഡാർക്ക് ആയിരിക്കും, ഫുൾ ഇരുട്ടായിരിക്കും, നമുക്ക് കാണാനൊന്നുമില്ല. ഇപ്പൊ തന്നെ അല്ലേ അത്യാവശ്യം നന്നായിട്ട് ഡാർക്കായി വരുന്നുണ്ട്. ഉണ്ട്, നോക്കാം.
ഇനി ഇവിടുന്ന് 99 കിലോമീറ്റർ ആണ് പാലക്കാട് കാണിക്കണേ. അപ്പോ ഒരു ഇതിൽ കാണിക്കുന്നത് 2 മണിക്കൂറും 2.25 മണിക്കൂർ. ഇത് ഫോറസ്റ്റിലോട്ടാട്ടോ കിടക്കണേ. ഒരു ഹമ്പ് ചാടിയതാ. അപ്പൊ ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് തോന്നുന്നു. ഫോറസ്റ്റ് ആണ്. വല്ല ആന എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്ന് രാത്രിയാണ്. ഇനി കാണുവാണെങ്കിൽ ഇടാ രാത്രി അറ്റാക്ക് ചെയ്യാൻ മതിയായിരുന്നു. എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ലെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് അവിടെ ദൂരെ കോട വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കിട്ടുമോന്ന് അറിയില്ല പോകുന്ന വഴിയില്. ഇപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്താ എങ്ങനെയെന്നൊന്നും അറിയില്ല. കോട കിട്ടിച്ചാ പൊളിച്ച് അല്ലേ, നല്ലൊരു ഫീലായിരിക്കും. എന്തോ ചാർജ് കോട ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കൂടെ കാണാൻ പറ്റുമോ? കണ്ടോ, ഇതിൽ കാണുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പൊളിച്ചു. പക്ഷെ ഇനി ഇവിടുന്ന് പോണ വഴിയില് കിട്ടൂലെന്നാണ്. ഒരുപാട് ഹണ്ട് അനിമൽസോ എന്റെ പണി. അപ്പൊ ഇവിടെ അനിമൽസ് ഉണ്ട്, അടിപൊളി. വേറെ ആരുമില്ല. അപ്പൊ ഞങ്ങള് കുറച്ച് സൈഡാക്കിയിട്ട് വണ്ടി മൊത്തം ഓഫ് ചെയ്തിരിക്കട്ടോ. അപ്പൊ ഇതിന്റെ 4 പുറവും കിളികളുടെയും ചീവീടിന്റെയും ആ ഒരു ഭയങ്കര ഫീലില്ലേ, നല്ല രസമുണ്ട്. കേക്കുന്നുണ്ടോ? അപ്പൊ നമ്മള് ആകെ മൊത്തത്തിൽ ഇരുട്ടായിട്ടുണ്ട്. ഇവിടുന്ന് 40 എയർപിൻ ബെൻഡാ ഉള്ളത്. ഇപ്പൊ നമ്മളടുത്ത് 2 കേറിയിട്ടുള്ളൂ. ഇനി അവിടെ 39/40 എഴുതിയിട്ടുണ്ട്. അപ്പോ ഇനി അങ്ങോട്ട് എത്ര 38 കിടക്കാണ്. പിന്നെ ഇതാ ഇവിടെ എലിഫന്റിന്റെ ബോർഡൊക്കെ ഉണ്ട്. എന്റെ പൊന്നെ, കാട്ടുപോത്ത് ഇതേ മുന്നില് ബോർഡാണ്. പക്ഷെ അത് എന്താവുന്നാവോ, നമുക്ക് എന്തായാലും പോയേക്കാം. അങ്ങനെ വണ്ടികളൊന്നും ഇല്ല, ഭയങ്കര കുറവാ. നല്ല തണുപ്പുണ്ട്. ഉള്ളിൽ ചെറിയ ഒരു പേടി, ചെറുതായിട്ടില്ലേ, ചെറുതായിട്ട്. ഈ ആനയുടെ ബോർഡൊക്കെ കാണുമ്പോ എങ്ങാനും അവിടെ ആന ഉണ്ടെങ്കിലും ആ ഒരു സാധനം ഇരുട്ടായതുകൊണ്ട് ഇതിനെ കാണില്ലേ. അങ്ങനെ ഒരു ചെറിയൊരു പേടി, എന്നൊരു തണുപ്പും എല്ലാം കൂടെ വന്നിട്ടൊരു ഫീലുണ്ട്. പിന്നെ എൻജോയിങ്, എല്ലാം ഫീൽ ചെയ്തിങ്ങനെ പോവാ. എന്താ പറയാ, ഒരു എക്സൈറ്റ്മെന്റും ടെൻഷനും ആ ഒരു ഫീലിങ്സ് എങ്ങനെ ഇത് പറയാന്നറിയില്ല. എല്ലാം കൂടെ കൂടിയിട്ടൊരു സാധനം. നല്ല രസമുണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട്. ചില സമയത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ. അമ്മാതിരി ഓരോ ഫോട്ടോസ് കാണുമ്പോഴേ കണ്ടില്ലേ എന്താ സാധനം. വാൽപ്പാറ വന്ന കോട വരും. ഇത് മിസ്റ്റ് സ്പ്രെഡിങ് സോൺ ആണ് കേട്ടോ. ഇവിടൊക്കെ നല്ല കോട, നമുക്ക് കോട കിട്ടി. സൂപ്പർ. ഇവിടെ നിർത്തണോ? ആണോ? അടിച്ചു കയറുന്നുണ്ടോ കോട? എങ്ങനെയുണ്ട്? അടിപൊളി. കൊറേ കാലം കോട വേണം എന്ന് പറഞ്ഞു. കുറച്ച് പോയി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. കോട നേരെ ചുറ്റും കോട, അടിപൊളി. ദേ ആ കാണുന്നത് മൊത്തം സിറ്റി ലൈറ്റ്സ് ആണ് കേട്ടോ. അതേപോലെ ഉണ്ട് താഴത്തെ നക്ഷത്രം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞങ്ങളിങ്ങനെ ആന വരുമോ പുലി വരുമോ കാട്ടി വരുമോ വിചാരിച്ച് നോക്കിയിരിക്കുക. അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോ നിർത്തി, നല്ല ഭംഗിയില്ലേ? അടിപൊളി. എവിടെ ഒന്നും കാണുന്നില്ല, ഇരുട്ടായി. എന്തായാലും നമുക്ക് വിടാം. കുറെ വണ്ടികൾ പുറകിലും ഫ്രണ്ടിലൊക്കെ ഉണ്ടാവുമ്പോ ആകെ ഒരു റഷ്. ഒറ്റയ്ക്ക് പോകുമ്പോ ചെറിയൊരു പേടി ഉണ്ടെങ്കിലും നല്ല രസാ. നമ്മളെ വളവില്ല, വണ്ടി വരുന്നുണ്ട്. ഹെയർ പിൻ ബെൻഡ് തിരിയുന്ന സമയത്ത് ജസ്റ്റ് ആക്സിലേറ്റർ നിങ്ങൾ കാലെടുക്കും. അപ്പൊ വണ്ടിയുടെ സൗണ്ട് താഴുമ്പോ കാടിന്റെ ഒരു സൗണ്ട് ഉണ്ട്. അത് അടിപൊളി. ഇടയ്ക്കേ കിട്ടുന്നുള്ളത്, പക്ഷെ പെട്ടെന്ന് ഫീലായി. നല്ല ഭംഗിയുണ്ട് അല്ലേ?
ഇത്ര നേരം നമ്മൾ വന്നത് ആനമലൈ ടൈഗർ റിസർവ് കൂടെയാണ്. ഗട്ട് റോഡ് കഴിഞ്ഞു വിചാരിച്ചു, പിന്നെ മാപ്പ് നോക്കുമ്പോ മറ്റേ പാമ്പ് വളഞ്ഞു നടക്കണ പോലെ എന്റെ പൊന്നെ കണ്ടില്ലേ. നല്ല ഫീൽ ഉണ്ട് കേട്ടോ, നല്ല ഫീൽ, നന്നായിട്ട് എൻജോയ് ചെയ്ത്. പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ഏതിന് കൂടെ വേണേലും എങ്ങനെ വേണേലും പോവാം. എന്തോ ഫീല് അല്ലേ, നല്ല തണുത്ത കാറ്റ്. ഞാനെല്ലാം പറഞ്ഞു. എലഫന്റ് ഹെയർ പിൻ ഇവിടെ ഉണ്ടാവുന്നാ, ഇവിടെ വരട്ടോ. അത് വഴി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. സ്ലോ മോഷനിൽ തിരിക്കലേക്ക് പേടിയുണ്ട്. അല്ല എന്താ നോക്കിട്ട് തിരിക്കണ്ടേ, മുന്നിക്കും ചാടിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കണം. എന്നിട്ട് ആന വരുന്നുണ്ടോ നോക്കാനോ? കാടിന്റെ പശ്ചാത്ത പിന്നെ ആന വന്ന് പോണ വരെ ലൈറ്റ് ഉണക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ പൊള്ളാച്ചി എത്തി. കാളൻ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ ഒന്ന് കാളൻ കഴിക്കണേ. കാളൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചൂടുണ്ടാവും, വായു പൊള്ളിക്കണ്ട. ഇനിയപ്പോ എന്താ, ഇനി എന്താ പ്ലാന്? ഇനി നേരെ ഹൈവേ പിടിച്ച് കൊച്ചിക്ക്. അപ്പൊ എല്ലാരും ഞങ്ങളെ നോക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു അതിന്റെ ഉള്ളിക്കാണെങ്കിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചമ്മല് മുഖത്തുണ്ട്. അവിടെ ഒരു ഗ്രൂപ്പ് ഇരിക്കുന്നുണ്ട്, അവരെല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? ഒന്നും പറയാനില്ല. ആ വന്ന കോട, ആ കാറ്റ്, എല്ലാം അടിപൊളിയായിരുന്നു. എന്താ പറയാ, മൊത്തം തേയില, ചുറ്റും തേയില, എല്ലാം കൊണ്ട് അടിപൊളി. ശരിക്കും വാൽപ്പാറയിൽ വന്നിട്ട് നമ്മളാ ടൗണിൽ പോയിട്ട് എനിക്കും പ്രത്യേകിച്ച് അങ്ങനെ അങ്ങ് സ്പെഷ്യലായിട്ട് തോന്നിയതൊന്നുമില്ല. പക്ഷെ ആ ഒരു വാൽപ്പാറ വരെയുള്ള റൂട്ട്, അതേപോലെ വാൽപ്പാറയില് ഇങ്ങോട്ടുള്ള റൂട്ട്, അത് വേറെ ലെവലാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട കോട വന്നത്. അപ്പൊ അവിടെ പോകുമ്പോ എല്ലാരും അവിടെ വെയിറ്റ് ചെയ്യാ, ഒരു രക്ഷയില്ല. ഒരു ഡ്രൈവ്, അടിപൊളി ഒരു ഡ്രൈവ്, നല്ലൊരു സീനിക് റൂട്ട് കൂടെ ഉള്ള ഒരു കിടിലൻ ഡ്രൈവ്. എല്ലാം ഒന്ന് മാറ്റി പിടിച്ച് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, പീസ്ഫുൾ ആയിട്ട് കണ്ണിനും മൈൻഡിനും ഒരേപോലെ കുളിർമ കിട്ടുന്ന ഒരു അടിപൊളി ഡ്രൈവ് ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്നാ നോക്കുന്നു. ശരി, ആകെ ഞങ്ങൾക്കൊരു ചമ്മലായിട്ടുണ്ട്. അപ്പൊ എന്നാ ഞങ്ങൾ എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എന്നാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.